ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുന്നതാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. ഒഴിവ് ദിവസങ്ങളിൽ കുടുംബ സന്ദർശനം നടത്തുക. ചങ്ങായിമാരൊക്കെ കുറച്ച് സമയം ചെലവാക്കുക. ഒഴിവ് ദിവസങ്ങളിൽ കുടുംബങ്ങൾ സന്ദർശിക്കുക. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. ആയുസ് ദീർഘമാവണമെന്നും ഭക്ഷണം വിശാലമാകണമെന്നും ആഗ്രഹിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഉറങ്ങുന്ന സമയത്ത് നന്നായിട്ട് മിസ്വാക്ക് ചെയ്യുക. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ്. മുടി ഒന്നുകിൽ നല്ല നിലക്ക് വെട്ടി ചെറുതാക്കുക, വളർത്തുകയാണെങ്കിൽ കോലത്തിൽ വളർത്തുക. ഒന്നുകിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവൊക്കെ സ്ഥിരമായി മുടി കളയുന്ന ആളായിരുന്നു. അങ്ങനെ ചെയ്താൽ അതൊരു മോഡലായിക്കോളും. 4 ആളും ചെയ്താൽ എല്ലാവരും കളയിൽ തുടങ്ങും. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരങ്ങത്തിൽ വളർത്തുക. എന്താ വളർത്തുക നേരങ്ങത്തിൽ പറഞ്ഞാൽ ഇവിടെ മാത്രം കളയരുത്, അത് ക്രോപ്പാണ്, ഹറാമാണ്. ഇവിടെ മാത്രം കളയരുത്, അതും ഹറാമാണ്, ക്രോപ്പാണ്. ഇവിടെ മാത്രം കളയരുത്, അതും ഹറാമായ ക്രോപ്പാണ്. പിന്നെന്ത് വേണം? ഒന്നിച്ച് വളർത്തിയിട്ട് ഒന്നുകിൽ ചെവിയുടെ നേരെ വെട്ടുക, അല്ലെങ്കിൽ ചുമല് വരേക്കും നീട്ടാവുന്നതാണ്. അതിൻ്റെ താഴത്തേക്ക് നീളാൻ പാടില്ല. വളർത്തുകയാണെങ്കിൽ നല്ല മട്ടത്തിൽ വളർത്തുക, അല്ലെങ്കിലോ മുടി മുഴുവനായിട്ടും ഒന്നുകിൽ ഒരുപോലെ വെട്ടിച്ചെറുതാക്കുക, അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ച് മുഴുവനായിട്ടും മുണ്ടനം ചെയ്യുക. മനുഷ്യന്റെ കോലം, മനുഷ്യന്റെ രീതി, അവന്റെ പെരുമാറ്റങ്ങൾ അവന്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന നോക്കിയാൽ അറിയാം ഞാൻ എങ്ങനെ ഇക്കാരം. നിന്റെ കോലം കണ്ടാല് ഓരോ മനുഷ്യന്മാരെയും കോലവും രൂപവും കണ്ടാൽ അവരെങ്ങനെ ആയിരിക്കുമെന്ന് മനസ്സിലാവും. അതുകൊണ്ട് കുറേ ആൾക്കാരിന്ന് മുടിക്ക് ബാധത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. കുഴപ്പമൊന്നുമില്ല, വളർത്തുകയാണെങ്കിൽ വളർത്തേണ്ട കോലത്തിൽ, അല്ലെങ്കിൽ ഒന്നിച്ച് ഒരുപോലെ വെട്ടിച്ചെറുതാക്കുകയോ അല്ലെങ്കിൽ ഒന്നിച്ച് വടിച്ചു കളയുകയോ ചെയ്യുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. എപ്പോഴും നമ്മൾ ധരിക്കുന്ന വസ്ത്രം നെരിയാണിക്ക് മുകളിലാണെന്ന് ഉറപ്പുവരുത്തുക. വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. പരമാവധി ജമാഅത്തിന് പള്ളിയിൽ എത്തിച്ചേരുക. ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. നല്ലവരോട് മാത്രം കൂട്ടുകെട്ടുക. അറിഞ്ഞോ അറിയാതെയോ തമാശക്ക് പോലും, കമ്പനിക്ക് പോലും, രുചി അറിയാൻ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. അറിഞ്ഞുപയോഗിക്കരുത്, അറിയാതെയും ഉപയോഗിക്കരുത്, കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കരുത്, തമാശക്ക് വേണ്ടി ഉപയോഗിക്കരുത്. പഴയ ലഹരി പദാർത്ഥങ്ങളും പുതിയ ലഹരി പദാർത്ഥങ്ങളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം, പണ്ടൊക്കെ ഒരാൾ കള്ളുടിയനാവണമെങ്കിൽ കുറെ കുടിച്ചിട്ട് റോട്ടുമ്മക്കൂടി ഇങ്ങനെ WW എന്ന് പറഞ്ഞാലേ കള്ളുടിയനാവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഒരു വട്ടം ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവുന്നതാണ് പുതിയ ലഹരി പദാർത്ഥങ്ങൾ. അതുകൊണ്ട് തമാശക്ക് പോലും, കമ്പനിക്ക് പോലും, രുചി അറിയാൻ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒഴിവുള്ള ദിവസങ്ങളിൽ കുടുംബ സന്ദർശനങ്ങൾ നടത്തണം. പഠനത്തിന് വലിയ പ്രാധാന്യം നൽകണം. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. 63 കൊല്ലക്കാലം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിട്ടും തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നാണ്. നമ്മുടെ എല്ലാ വിഷയങ്ങളും നബി തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയാൽ ബറക്കത്തുണ്ടാവും. ബറക്കത്തുള്ളതിന് മാത്രമാണ് നിലനിൽപ്പുള്ളത് എന്നതാണ്.